ഹായ്, എൻ്റെ ബാക്കിൽ കാണുന്ന ഭാഗത്ത് DB സെറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ആ DBൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് തേപ്പിൻ്റെ മുന്നേ പിടിപ്പിക്കാന്നുള്ളതാണ്. അത് കല്ല് ലെവലിലും വെക്കാം, അതുപോലെ തന്നെ തേപ്പ് കനത്തിലും നമുക്ക് വെക്കാം. ഇവിടെ ഞാൻ വെക്കുന്നത് കല്ല് ലെവലിലാണ്. ഈ കല്ല് ലെവലിൽ വെക്കാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തേപ്പിൻ്റെ കനം കൂടി ഡെപ്ത് കൂടുതൽ കിട്ടാനും വേണ്ടിയാണ് ഞാൻ അങ്ങനെ വെക്കുന്നത്. ഈ ഒരു DBക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്രയാണോ തേപ്പ് കനത്തിൽ പൊന്തുന്നു അത്രയും ഭാഗം നമുക്ക് ആ MCB വെക്കുന്ന റെയിൽ അഥവാ റോ പൊന്തിച്ച് കൊണ്ടുവരാൻ കഴിയും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. പിന്നെ നമുക്ക് ഓരോ റെയിലുമേലും നമുക്ക് ഓരോ റോയിലും നമുക്ക് ന്യൂട്രൽ ലിങ്ക് സെറ്റ് ചെയ്യാൻ കഴിയും. കമ്പനി അഥവാ ഓരോ റോയിലും നമുക്ക് ന്യൂട്രൽ ലിങ്ക് തന്നിട്ടുണ്ട്. അഥവാ അഡീഷണൽ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും ഈ DBക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഈ ഒരു DB വെച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ വെക്കുന്ന DB 90% നമ്മൾ ഫ്ലെക്സിറോ DB ആണ് വെക്കാറ്. ഫേസ്ലെറ്റ് DB നമ്മൾ വെക്കാറില്ല. അഥവാ അത്യാവശ്യം ഉള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ വെക്കാറുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ DBൻ്റെ അടിഭാഗത്തെ പ്ലേറ്റ് മാറ്റിയിട്ട് നമ്മൾ ACP ഷീറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നിന്ന് 2 25ഉം ഒരു 25 മാത്രമേ ഉള്ളൂ ഇറങ്ങുന്നത്. അത് നല്ല അഡാപ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലെവലും കാര്യങ്ങളൊന്നും നോക്കില്ല, നമ്മളതായിട്ടുള്ള ഒരു കണ്ണ് ലെവലിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ലെവൽ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു DB വെക്കുന്നത് കറക്റ്റ് കല്ല് ലെവലിലാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലെവൽ നോക്കാനുണ്ട് കേട്ടോ. ആ ലെവൽ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഒരു കണ്ണ് ലെവലിൽ നമ്മൾ സാധാരണ ഇതുപോലെ തന്നെയാണ് കൂടുതലും വെക്കാറ്. എന്നതിന് ശേഷമാണ് നമ്മൾ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലെവൽ നോക്കാറ്. ഓക്കെ, നമ്മൾ സൈഡിൽ നല്ലോണം ചാന്ത് കയറ്റി കൊടുക്കണം കേട്ടോ. ഈ ഒരു ചാന്തുമ്പിലാണ് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ പിടിപ്പിക്കാറ്. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ ചാറാക്കിയിട്ട് കോൺക്രീറ്റ് രൂപത്തിൽ എറിഞ്ഞു കൊടുക്കാറ് കേട്ടോ. ഓക്കെ, സാധാരണ നമ്മൾ ബാക്ക് ഒരുവിധ ആളുകളൊക്കെ ബാക്ക് ഫില്ല് ചെയ്യും, പിന്നെ അതിന് ശേഷം സൈഡ് ഫില്ല് ചെയ്യും, എന്നതിന് ശേഷം DB വെക്കും. അങ്ങനെ നമ്മൾ പണ്ട് ചെയ്തിരുന്നുണ്ടോ. ഇപ്പം നമ്മൾ ഏറ്റവും ഒരു അപ്ഡേഷനാണല്ലോ നമുക്ക് ആവശ്യം. ഇപ്പം ഏറ്റവും കൂടുതൽ കുറേ ആളുകൾ നമ്മൾ ഇതുപോലുള്ള ഒരു ഫിക്സിംഗ് ആണ് ഒരു 90-80% ആളുകളും അങ്ങനെ ചെയ്യാറ്. അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ലെവല് കറക്റ്റ് കേട്ടോ. ചെറിയൊരു വ്യത്യാസമുള്ളായിരുന്നു, എന്നാലും ആ വ്യത്യാസം നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കല്ല് ലെവലിലാക്കിയാണ്ട് സെറ്റ് ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. അതുപോലെ ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മൾ ചാനലിൻ്റെ ലിങ്ക് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കയറിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മളെ അറിയിക്കുക. ഓക്കെ, ഇലക്ട്രിക് സംബന്ധമായും അതുപോലെ തന്നെ പ്ലംബിങ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചാനലിൽ പുതിയ അപ്ഡേഷനുകൾ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.